സുനാമി അനുവാദത്തോടുകൂടി വരുന്നതല്ല എന്ന് പറഞ്ഞതുപോലെ ഒരുത്തൻ്റെ അനുവാദം വേണ്ട ഇവിടെ കുംഭമേള നടക്കാൻ. നാഗസന്യാസിക്ക് വരണമെന്ന് വിചാരിച്ചാൽ നാഗസന്യാസി വന്നിരിക്കും. ആരും ഒരു ചുക്കും ചെയ്യാനും പോകുന്നില്ല. പിന്നെ അവർ ചിലർ തുണി ഉടുക്കും, ചിലർ ഉടുക്കാതിരിക്കും. ആരാണ് മുമ്പോട്ട് വരുന്നത് തടസ്സപ്പെടുത്തുന്നതെന്ന് കാണട്ടെ. ഇവിടുത്തെ ഹിന്ദു ആരാണ് എന്താണ് എന്ന് അവർ അപ്പോൾ അറിയും. അത് ഏത് ഗവൺമെൻറ് ആയാലും ഇനി ഏത് സമുദായക്കാരനായാലും മതക്കാരനായാലും. ക്ഷേത്രങ്ങളിൽ പോലും പോകുമ്പോൾ എന്താണ് അവസ്ഥ? അവിടെ പല ശില്പങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവനൊക്കെ പോയി അതാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. ഭാരതപ്പുഴ ആരുടെയും എന്താ അച്ഛൻ്റെയോ അല്ലെങ്കിൽ ബാപ്പയുടെയോ തന്തയുടെയോ എന്ന് ഏത് ഭാഷയിൽ വേണോ പറഞ്ഞാൽ ഫാദറിൻ്റെയോ പിതാശ്രീയുടെയോ വകയൊന്നുമല്ല. നടക്കും. ഇനി ശ്വാസം പോലും വലിക്കാൻ പറ്റൂലല്ലോ. പാർട്ടി ഗ്രാമമാണ്, ഇവിടെയുള്ളത് കമ്മ്യൂണിസ്റ്റ് വിശ്വാസമാണ്, നിങ്ങൾ വന്ന് വലിക്കരുത്. പട്ടേലിൻ്റെ പ്രതിമ വെച്ചപ്പോൾ അപ്പോഴും പറഞ്ഞു ഇവർ ഇതൊക്കെ ഫണ്ടെടുത്ത് ദുർവിനിയോഗം ചെയ്യുകയാണ്, ഇതൊക്കെ പാഴ്ചെലവാണെന്ന് പറഞ്ഞു. ഇന്ന് എത്രായിരം ആളുകളാണ് അതുകൊണ്ട് ജീവിക്കുന്നത്. നാളെ ഹിന്ദുവിനാണ് ഇവിടെ വോട്ട് ബാങ്ക് ഉണ്ടെങ്കിൽ ഹിന്ദുവിനെയും പ്രീണിപ്പിക്കും. സ്നേഹമില്ലെങ്കിൽ ഇനി അംബാനിയുടെ കുടുംബമായാലും ശരി, ഐക്യമുണ്ടാവില്ല, ശൈഥില്യമുണ്ടാകും. ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. കുടുംബസമിതികൾ രൂപീകരിക്കൂ, മൈക്രോ ഫിനാൻസ് അതുമായിട്ട് കണക്ട് ചെയ്ത് പ്രവർത്തിപ്പിക്കൂ. പക്ഷേ അത് നടപ്പാക്കിയ ഒരേ ഒരാളേ ഉള്ളൂ, വെള്ളാപ്പള്ളി നടേശനാണ്. അന്നത്തെ പുലയർ മഹാസഭയുടെ നേതാക്കന്മാർ സ്വാമിയുടെ അടുത്ത് വന്ന് ആവശ്യപ്പെട്ടത്, സ്വാമി ഞങ്ങളുടെ ആചാര്യനായിരിക്കണം, സമുദായ ആചാര്യൻ. സ്വാമിയോട് വെച്ചോ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. സ്വാമിജി, ഇപ്പോൾ കേരളത്തിൽ കുംഭമേള വരുന്നു, മഹാമഹം എന്നാണ് പറഞ്ഞത്. ആ സമയത്ത് ഈ ഭാരതപ്പുഴയുടെ തീരത്ത് മാമാങ്ക വേദിയാണ്, അവിടെയാണ്. അപ്പോൾ ആ സമയത്തും ഇത്തരം തിരുനാവായിൽ ഇത്തരം സംഗമങ്ങൾ നടത്തിയപ്പോഴും ഒരു സമൂഹം യൂട്യൂബിലൂടെയൊക്കെ ആക്രോശമായിട്ട് ഇവിടെ അങ്ങനെ നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല, നാഗസന്യാസിമാർ എന്ത് ചെയ്യും, ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ നമ്മുടെ സംസ്കാരത്തിന് ചേർന്ന രീതിയിലായിരിക്കില്ല അവരുടെ നടത്തം, വസ്ത്രമൊന്നും കാണില്ല എന്നൊക്കെ ഉള്ള ആക്രോശവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാമിജി പറഞ്ഞു ഇവിടെ നടക്കും, നടക്കേണ്ട സ്ഥലം നടക്കേണ്ടത് നടക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരം ആചാരങ്ങൾ നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ ആർക്കാണിത് ഭയം? നമുക്കൊരു സുനാമി വരുമ്പോൾ ഭയപ്പെടുന്ന ആരാ? സുനാമി അനുവാദത്തോടുകൂടി വരുന്നതല്ല. അല്ല ഇല്ലേ? അല്ല എന്ന് പറഞ്ഞതുപോലെ ഒരുത്തൻ്റെ അനുവാദം വേണ്ട ഇവിടെ കുംഭമേള നടക്കാൻ. നാഗസന്യാസിക്ക് വരണമെന്ന് വിചാരിച്ചാൽ നാഗസന്യാസി വന്നിരിക്കും. ആരും ഒരു ചുക്കും ചെയ്യാനും പോകുന്നില്ല. പിന്നെ അവർ ചിലർ തുണി ഉടുക്കും, ചിലർ ഉടുക്കാതിരിക്കും. ആരാണ് മുമ്പോട്ട് വരുന്നത് തടസ്സപ്പെടുത്തുന്നതെന്ന് കാണട്ടെ. അതിനുള്ള ശക്തിയുള്ളവർ, ശേഷിയുള്ളവർ ഉണ്ടെങ്കിൽ അവർ മുമ്പോട്ട് വരട്ടെ. ഇവിടുത്തെ ഹിന്ദു ആരാണ് എന്താണ് എന്ന് അവർ അപ്പോൾ അറിയും. അത് ഏത് ഗവൺമെൻറ് ആയാലും ഇനി ഏത് സമുദായക്കാരനായാലും മതക്കാരനായാലും. മനസ്സിലായില്ലേ? അതിനുള്ള തപസ്സിൻ്റെ ശക്തിയും സങ്കല്പവും ചൈതന്യവും ഒക്കെ ഇവിടുത്തെ സന്യാസിക്കുണ്ട്. കാണേണ്ടാത്തവർ വരണ്ട, അത്ര തന്നെ. മുണ്ടുടുത്തേ കാണുള്ളൂ എങ്കിൽ വരണ്ട, മുണ്ടുടുത്തവരെ മാത്രം കണ്ടാൽ മതി. മനസ്സിലായില്ലേ? പക്ഷേ ഇവൻ്റെയൊക്കെ മക്കൾ ജനിക്കുന്നത് മുണ്ടുടുത്തോണ്ടല്ല, അമ്മ ജനിച്ചത് മുണ്ടുടുത്തോണ്ടല്ല, മകൾ ജനിച്ചത് മുണ്ടുടുത്തോണ്ടല്ല. ഇനി മുണ്ടുണ്ടോ ഇല്ലയോ, ഇത് ക്ഷേത്രങ്ങളിൽ പോലും പോകുമ്പോൾ എന്താണ് അവസ്ഥ? അവിടെ പല ശില്പങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവനൊക്കെ പോയി അതാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. കാരണം ക്ഷേത്രങ്ങളിൽ അത് വെച്ചിരിക്കുന്നതിൻ്റെ കാരണം അത് നോക്കിക്കൊണ്ട് നിൽക്കുന്ന സംസ്കാരം ഉള്ളവൻ, ആ ഒരു ശീലമുള്ളവന് ദൈവത്തെ കാണാൻ ഒക്കില്ല. മനസ്സിലായില്ലേ? ഈശ്വര ദർശനത്തിന് ഇതിലേക്ക് മനസ്സ് പതിയാതെ പോകുന്നവന് മാത്രമേ സാധിക്കൂ. അപ്പോൾ സന്യാസിയെ, നാഗസന്യാസിയെ, ഏത് ദിഗംബരനെയെ സംബന്ധിച്ച് അവർ വസ്ത്രം ഉടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അവരുടെ പ്രശ്നമല്ല. ഇത് പ്രകൃതിയാണ്. ഇല്ല, നിങ്ങൾ വസ്ത്രം ഉടുക്കാതെ നടക്കണമെന്ന് ഇവിടുത്തെ ഒരു സന്യാസി ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല, നാളെയും പറയില്ല. സന്യാസി വസ്ത്രം എടുക്കണോ വേണ്ടോ എന്നുള്ളത് സന്യാസി തീരുമാനിക്കും എന്ന് പറയുന്നു. മനസ്സിലാണ്ടോ? ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഹിജാബിൻ്റെ ഒരു പ്രശ്നം വന്നല്ലോ. വസ്ത്രധാരണം സ്വന്തം സ്വാതന്ത്ര്യമാണ്, ഇവിടെ ഭരണഘടന തന്നിരിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞല്ലോ. സന്യാസിക്ക് അത് ബാധകമല്ലേ? വസ്ത്രം ധരിക്കണോ വേണമെന്ന്, ഏത് തരത്തിലുള്ള ധരിക്കണമെന്ന് സന്യാസി തീരുമാനിക്കും. പിന്നെ കുംഭമേള വേണമോ വേറെ മേള വേണമോ എന്നും സന്യാസി തീരുമാനിക്കും. ഭാരതപ്പുഴ ആരുടെയും എന്താ അച്ഛൻ്റെയോ അല്ലെങ്കിൽ ബാപ്പയുടെയോ തന്തയുടെയോ എന്ന് ഏത് ഭാഷയിൽ വേണോ പറഞ്ഞാൽ ഫാദറിൻ്റെയോ പിതാശ്രീയുടെയോ വകയൊന്നുമല്ല. മനസ്സിലായില്ലേ? തിരുനാവായും അങ്ങനെ ആരുടെയും വകയല്ല. അവിടെ നടക്കാൻ ഇനി അവിടുത്തെ പഞ്ചായത്ത് അനുവാദം തന്നില്ലെങ്കിലും നടത്തും. ഇനി ഇവിടെ മുഴുവൻ എല്ലാ പ്രദേശവും കമ്മ്യൂണിസ്റ്റുകാരും കയ്യേറി വെച്ചിട്ട് ഇനി എൻ്റെ അനുവാദം കൂടാതെ ഇവിടെ ഒന്നും നടക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നടക്കുമോ? ഇനി ശ്വാസം പോലും വലിക്കാൻ പറ്റൂലല്ലോ. പാർട്ടി ഗ്രാമമാണ്, ഇവിടെയുള്ളത് കമ്മ്യൂണിസ്റ്റ് വിശ്വാസമാണ്, നിങ്ങൾ വന്ന് വലിക്കരുത്. പാർട്ടിയുടെ സംസ്ഥാനമാണ്, ഈ സംസ്ഥാനത്തുള്ള വായു മുഴുവൻ, ഓക്സിജൻ മുഴുവൻ ഞങ്ങളുടേതാണ്, അതെ, നിങ്ങളാരും വലിക്കരുത്. നടക്കുമോ? അതൊന്നും നടക്കില്ല. അതൊക്കെ വിഡ്ഢിത്തമാണ്. അതൊക്കെ നാശം, എന്താ വിനേശകാലേ വിപരീത ബുദ്ധി എന്നുള്ള നിലയിൽ മാത്രമാണ് അതൊക്കെ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ബന്ധപ്പെട്ട ആളുകൾ മാന്യമായി കുംഭമേള നടക്കാനുള്ള എല്ലാ സാഹചര്യവും സൃഷ്ടിക്കുക എന്നുള്ളതാണ് അവരുടെ ധർമ്മം. യു പിയിൽ എന്താ സംഭവിച്ചത്? യോഗി എന്ന് പറയുന്ന മുഖ്യമന്ത്രി അവിടെ വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. 2500 കോടി 3000 കോടി രൂപ അദ്ദേഹം അതിന് ഖജനാവിൽ നിന്ന് ചിലവഴിച്ചു. ഇതൊക്കെ നോക്കൂ, ഒരു പ്രത്യേക മതത്തിന് വേണ്ടി ചെയ്യുന്നു എന്ന് പറയുന്നു, ഖജനാവിൽ നിന്നാണ് ചെയ്യുന്നതെന്ന് പറയുന്നു. 2.5 ലക്ഷം കോടി രൂപയാണ് അവിടെ കൊണ്ട് ഉണ്ടായത് എന്നുള്ളത് മറക്കുന്നില്ല. പട്ടേലിൻ്റെ പ്രതിമ വെച്ചപ്പോൾ അപ്പോഴും പറഞ്ഞു ഇവർ ഇതൊക്കെ ഫണ്ട് എടുത്ത് ദുർവിനിയോഗം ചെയ്യുകയാണ്, ഇതൊക്കെ പാഴ്ചെലവാണെന്ന് പറഞ്ഞു. ഇന്ന് എത്രായിരം ആളുകളാണ് അതുകൊണ്ട് ജീവിക്കുന്നത്. ചെലവാക്കിയതിൻ്റെ എത്രയോ ഇരട്ടിയാണ് അവിടെ ഗവൺമെന്റിന് ഇന്ന് റവന്യൂ ആയി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, ഇല്ലേ? അപ്പം വിഡ്ഢികൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. കമ്പ്യൂട്ടർ വന്നപ്പോഴും ഇവർ സമരം ചെയ്തു. ഇന്ന് AKG സെൻറ്ററിൽ കമ്പ്യൂട്ടറുകളില്ലാത്ത മുറിയില്ല. സെക്രട്ടേറിയറ്റിൽ കമ്പ്യൂട്ടറിലൂടെയാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്, ഇല്ലേ? അഴിമതി നടത്തുന്നതും കമ്പ്യൂട്ടർ വെച്ച് തന്നെയാണ്. ഇവർ ഒരു മതത്തിനെ മാത്രം പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം പ്രസ്താവനകൾ. ഒരു മതത്തിനെ എന്നുള്ളതല്ല, അവർക്ക് എവിടെ വോട്ട് ബാങ്ക് ഉണ്ടോ ആ വോട്ട് ബാങ്ക് ഉള്ളതിനെയൊക്കെ അവർ പ്രീണിപ്പിക്കും. നാളെ ഹിന്ദുവിനാണ് ഇവിടെ വോട്ട് ബാങ്ക് ഉണ്ടെങ്കിൽ ഹിന്ദുവിനെയും പ്രീണിപ്പിക്കും, യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ഒന്നിനോടും അവർക്ക് സ്നേഹം കൊണ്ടല്ല അവരടുക്കുന്നത്. അവർക്ക് ഒന്നിനോടേ സ്നേഹമുള്ളൂ, അത് പണത്തിനോടാണ്, അത് അധികാരത്തിനോടാണ്. മനസ്സിലായില്ലേ? അത് കസേരയോടാണ്, ഭരണത്തിനോടാണ്. അതാണ് അവരുടെ മെയിൻ അജണ്ട. ഹിന്ദു കുടുംബ സമീക്ഷ എന്നൊരു നോട്ടീസ് ഞാൻ കണ്ടായിരുന്നു. ഈ ജനുവരി മുതലാണ് ആരംഭിക്കുന്നത്, പുതിയ വർഷമാണ്, പുതിയ കുടുംബ സംഗമങ്ങൾ വരുന്നു. നല്ലൊരു കാര്യമായി എനിക്കും തോന്നി. എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ്? എന്താണ്? നോക്കൂ, ശ്രീ രാമദാസ മിഷൻ കുടുംബ സമിതികൾ രൂപീകരിക്കുന്ന ഒരു പ്രവർത്തനത്തിൽ നേരത്തെ വ്യാപൃതരാണ്. ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ പറഞ്ഞു, ലോകമൊരു കുടുംബം എന്നല്ലേ പറയുന്നത്, വസുധൈവ കുടുംബം. വസുധൈവ കുടുംബകം എന്ന് പറഞ്ഞാൽ ലോകമൊരു കുടുംബമാണ്. ലോകം തന്നെ ഒരു കുടുംബമായി കാണുന്ന ഒരു സംസ്കാരം. അതെന്തിനാണെന്നറിയാമോ? കുടുംബത്തിൽ മാത്രമാണ് വളരെ ശക്തമായ ബോണ്ടിങ്, അടുപ്പം, അല്ലെങ്കിൽ സ്നേഹം, അല്ലെങ്കിൽ ത്യാഗം, ശക്തി, ഇതൊക്കെ ഉള്ളത്. ആ കുടുംബം എന്ന് പറയുന്ന സങ്കല്പത്തെ വിശ്വത്തോളം വ്യാപിപ്പിക്കുവാൻ കഴിയുമെങ്കിൽ അത് ലോകമൊരു കുടുംബം എന്ന് നമുക്ക് പറയാം. അവിടെ പിന്നെ യുദ്ധമില്ല, അവിടെ ശാന്തിയും സമാധാനമേ ഉള്ളൂ. അവിടുത്തെ സമൂഹം ശക്തരാണ്. അപ്പം ഏറ്റവും ചെറിയ ഘടകം നമ്മുടെ സമൂഹത്തിൽ ഒരു കുടുംബമാണ്. ഒരിക്കലും വിട്ടുപിരിയാൻ കഴിയാത്ത ബന്ധമാണ് ഭാര്യയും ഭർത്താവും, അച്ഛനും അമ്മയും, മക്കളും രക്ഷകർത്താക്കളും, ഇല്ലേ? സഹോദരങ്ങൾ. ഈ രീതിയിലുള്ള ബന്ധം ആണ് വാസ്തവത്തിൽ നമ്മുടെ സംസ്കാരത്തെ ഈ തലമുറകളോളം കാത്തു സൂക്ഷിച്ച് ഇതപര്യന്തം എത്തിച്ചിട്ടുള്ളത്. നമ്മുടെ ആചാരങ്ങൾ എങ്ങനെയാണ് 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോഴും നിലനിൽക്കുന്നത്? എങ്ങനെയാണ് ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, സങ്കല്പങ്ങൾ, വിശ്വാസങ്ങൾ, അല്ലേ? എങ്ങനെയാ ഒരു കുടുംബത്തിൽ നിന്ന് അടുത്ത കുടുംബത്തിലേക്ക് തലമുറ 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 കൈമാറി വരികയാണ്. കുടുംബസങ്കല്പം ഭാരതത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. ഭർത്താവും ഭാര്യയും മക്കളും ഉണ്ടെങ്കിൽ കുടുംബമാണെന്ന് പറഞ്ഞാൽ തെറ്റാണ്. അത് നായ്ക്കുമുണ്ട്, അല്ലേ? പട്ടിക്ക് മറ്റൊരു പട്ടിയിൽ പിള്ളേരുണ്ടാകുന്നു. കുടുംബമെന്ന് പറയാൻ പറ്റുമോ? നായയുടെ കുടുംബമാണ്. കാളയും പശുവും കുറച്ച് പശുക്കളും കുട്ടികളും കാളക്കുട്ടികളും ഉണ്ടെങ്കിൽ പശുവിൻ്റെ കുടുംബമാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ കുടുംബമാകണം എങ്കിൽ കുടുംബത്തിൻ്റെ സംസ്കാരം അവിടെ ഉണ്ടാകണം, പരസ്പരമുള്ള ആ ഒരു ബന്ധം അവിടെ ഉണ്ടാകണം. കഴിവ് കുറഞ്ഞവൻ്റെ കുറവ് പരിഹരിക്കാൻ ത്യാഗം സമർപ്പിക്കുന്ന ഒരു മനോഭാവം അവിടെ ഉണ്ടാകണം, അല്ലേ? കഴിവുള്ളവൻ്റെ കഴിവ് വളർത്തുന്നതിന് സഹകരണം കൊണ്ട് അത് പോഷിപ്പിക്കുവാനുള്ള പ്രയത്നം അവിടെ ഉണ്ടാകണം. പരസ്പരം കുറ്റപ്പെടുത്താത്ത എന്നാൽ കുറവ് പരിഹരിക്കുന്ന ഒരു ചിന്താഗതി ഉണ്ടാകണം. അപ്പം എന്താണ് കുടുംബത്തിൽ വേണ്ടത്? ഒന്ന്, സ്നേഹം തന്നെയാണ്. കുടുംബത്തിന് മാത്രമല്ല, സമൂഹത്തിനും രാജ്യത്തിനും സ്നേഹം, പരസ്പര സ്നേഹം. സ്നേഹം ഉണ്ടെങ്കിൽ ഐക്യം ഉണ്ടാവും. സ്നേഹമില്ലെങ്കിൽ ഒരിടത്തും ഐക്യം ഉണ്ടാവില്ല. കുടുംബത്തിൽ സ്നേഹമുള്ളത് കൊണ്ടാണ് ഐക്യം നിലനിൽക്കുന്നത്. സ്നേഹമില്ലെങ്കിൽ ഇനി അംബാനിയുടെ കുടുംബമായാലും ശരി, ഐക്യമുണ്ടാവില്ല, ശൈഥില്യമുണ്ടാകും. ഇതൊക്കെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ അനുഭവങ്ങളാണ്. അപ്പോൾ ആദ്യം എന്താ? സ്നേഹം. സ്നേഹത്തിൽ നിന്ന് അതിന് ഐക്യം.
ഐക്യം ഉണ്ടെങ്കിലേ ശക്തി ഉണ്ടാവും. തീർച്ചയായും. ഞാൻ ചോദിച്ചു, ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഐക്യമില്ലാത്ത അവസ്ഥയുണ്ടെങ്കിൽ അവിടെ ശക്തി ഉണ്ടോ? ഇല്ല, ശക്തി. ആർക്കും കയറി ആരെയും എന്തും ചെയ്യാൻ പറ്റുന്ന, എന്തും പറയാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാവും. അതെ അതെ അതെ. നമ്മുടെ ഹിന്ദു സമാജത്തിന് സംഭവിച്ചതും അതാണ്. പരസ്പരം ഐക്യമില്ലാത്തത് കൊണ്ട് എന്തുപറ്റി? ശക്തിയില്ല. നമ്മളെ ഒരു നായ്ക്കും വേണ്ട, ഹിന്ദുവിനെ ഒരു നായ്ക്കും വേണ്ട. തീർച്ചയായും. ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ധർമ്മത്തെ നിലനിർത്താൻ പറ്റൂ. കുടുംബത്തിന് ശക്തി ഉണ്ടെങ്കിൽ അവിടുത്തെ കുട്ടികൾ സുരക്ഷിതരാണ്, ഇല്ലേ? അവിടുത്തെ ഓരോ വ്യക്തിയും സുരക്ഷിതരാണ്. ശക്തി ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? ശാന്തി ഉണ്ടാവും. ഐക്യം, ശക്തി, ശാന്തി, ഇങ്ങനെ 4 സങ്കല്പങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ കേരളത്തിൽ ശ്രീരാമദാസ് മിഷൻ്റെ ആഭിമുഖ്യത്തിൽ കുടുംബ സമീക്ഷ നടക്കുന്നത്. കാരണം കുടുംബ സമീക്ഷ എന്ന് പറഞ്ഞാൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ആ യോഗത്തിന് വരികയാണ്. സമീക്ഷ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഒത്തുചേരലിനെയാണ് ഈ സമീക്ഷ എന്ന് പറയുന്നത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്താൻ, കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും 1ഉം 2ഉം ദിവസം വീതം നടക്കുകയാണ്. അതുകൊണ്ട് ജനുവരി 4-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന ഈ യാത്ര, ഈ സമീക്ഷ തിരുവനന്തപുരത്ത് 25-ാം തീയതിയാണ് പൂർണ്ണമാകുന്നത്. അപ്പോൾ എല്ലാ സമീക്ഷകളിലും കുടുംബസമേതം ആളുകൾ വരും. സാമ്പത്തികമായി നമ്മൾ പിന്നോക്കം നിൽക്കുന്നു, നമുക്കൊരു ബിസിനസ് പറ്റില്ല, നമുക്കൊരു കാര്യത്തിന് മുന്നോട്ട് വരാൻ പറ്റുന്നില്ല, നഷ്ടം വന്നു കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കാൻ ആളില്ല. പക്ഷെ മറ്റു മതങ്ങളിൽ അങ്ങനെയല്ല. ആരെങ്കിലുമൊക്കെ ഇടപെട്ട്, പള്ളിയൊക്കെ ഇടപെട്ടിട്ട് അവരെ അത് അഡ്ജസ്റ്റ് ചെയ്തു. നമുക്ക് അങ്ങനെ ഒരു സംവിധാനം ഇല്ലാത്തതുകൊണ്ടും കൂടുതൽ മതം മാറ്റങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുള്ള കാര്യമാണ്, അല്ല, അതിനൊരു പരിഹാരമാണ് സ്വാമിജി നിർദ്ദേശിച്ചത്, കുടുംബസമിതി. അപ്പോൾ ഈ കുടുംബസമിതിയുടെ രൂപീകരണം ഇങ്ങനെയാണ്. ഒന്ന്, ഒരു സ്ഥലത്തുള്ള ഒരു 20 കുടുംബങ്ങൾ ചേർന്നിട്ട് ഒരു കുടുംബസമിതി രൂപീകരിക്കാം. ആ കുടുംബസമിതിയിൽ എല്ലാ വിഭാഗക്കാരും ഉണ്ടാകും. അതാണ് അതിൻ്റെ ഒരു സൗന്ദര്യം, അതിൻ്റെ ശക്തി അതാണ്. കാരണം അവിടെ നായർ കുടുംബം, നമ്പൂരി കുടുംബം, ഈഴവ കുടുംബം, എല്ലാ ജാതിയിൽപ്പെട്ട ആളുകളും ആ കുടുംബസമിതിയിൽ അംഗങ്ങളാണ്. BJP കുടുംബം ഉണ്ടാവും, കമ്മ്യൂണിസ്റ്റ് കുടുംബം ഉണ്ടാവും, കോൺഗ്രസ് കുടുംബം ഉണ്ടാവും, എല്ലാം ആ കുടുംബസമിതിയിൽ അംഗങ്ങളാണ്. അപ്പോൾ അവർക്ക് ചർച്ച ചെയ്യാൻ എന്താ കഴിയുക? പൊതുവായ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. കോമൺ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണത്, അല്ലേ? നമ്മുടെ പ്രശ്നം എന്താ? ഇവിടെ ജാതി ആർക്കും ഒരു പ്രശ്നമല്ല, ആണോ? പാർട്ടിയും ആർക്കും ഒരു പ്രശ്നമല്ല. പക്ഷെ എന്താ പ്രശ്നം? സമ്പത്തൊരു പ്രശ്നമാണ്. നിത്യം എങ്ങനെ നമ്മുടെ ചെലവുകൾ നടത്തി നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാം? കുട്ടികളുടെ വിദ്യാഭ്യാസം എങ്ങനെയാണ് നമുക്ക് നടത്താൻ കഴിയുക? കുട്ടികളുടെ വിവാഹം അതെങ്ങനെ നടത്താൻ കഴിയും? ഇതിനൊക്കെ തടസ്സമായി നിൽക്കുന്നത് സാമ്പത്തികമായ ഒരു ഘടകമാണ്, ഇല്ലേ? ഇനി ഒന്ന്, നമ്മുടെ സംസ്കാരം. നാമം ജപിക്കുന്ന എത്ര വീടുകളുണ്ട്? നാമം ജപിക്കാൻ അറിയാമോ? അനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ? പൊട്ടിടുന്നത് എന്തിനാണ് അറിയുമോ? വിളക്ക് കത്തിക്കുന്നത് എന്തിനാണ് അറിയുമോ? 1000 ദൈവങ്ങളുണ്ടെന്ന് പറയുന്നു, അത് ശരിയാണോ? ഇനി കല്ലിനെ പൂജിക്കുന്നു എന്ന് പറയുന്നു, അതിൻ്റെ അർത്ഥമെന്ത്? ഇങ്ങനെ തുടങ്ങി നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളുടെ അർത്ഥമെന്ത്, ആശയമെന്ത്, അതിൻ്റെ ശാസ്ത്രീയമായ അടിത്തറ എന്ത്, അത് നമ്മൾ പാലിച്ചാലുണ്ടാകുന്ന നമ്മുടെ പ്രയോജനമെന്ത് എന്നുള്ളത് പഠിപ്പിക്കാൻ വേറെ എവിടെയെങ്കിലും സ്കൂളോ കോളേജോ ഉണ്ടോ? ഒന്നുമില്ല. അപ്പോൾ 20 വീടുകൾ ചേരുന്ന ഒരു കുടുംബസമിതിയിലിരുന്ന് ഇത് ചർച്ച ചെയ്യാം. മനസ്സിലാവുണ്ടോ? പിന്നെ സാമ്പത്തികമായ കാര്യങ്ങൾ, അത് നമ്മൾ ശ്രീരാമദാസ് മിഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെ ഈ കുടുംബങ്ങൾക്കെല്ലാം സാമ്പത്തികമായൊരു ഭദ്രത വരുത്തുന്നതിനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യാൻ ഇതിനോടൊപ്പം തന്നെ. ഇനി ഒരു കാര്യം പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, കുടുംബസമിതികൾ രൂപീകരിക്കൂ, മൈക്രോ ഫിനാൻസ് അതുമായിട്ട് കണക്ട് ചെയ്ത് പ്രവർത്തിപ്പിക്കൂ. ഇതൊക്കെ ഇവിടുത്തെ എല്ലാ സംഘടനക്കാരോടും സ്വാമി പറഞ്ഞു, എല്ലാ വിഭാഗക്കാരോടും പറഞ്ഞു. പക്ഷെ അത് നടപ്പാക്കിയ ഒരേ ഒരാളേ ഉള്ളൂ, വെള്ളാപ്പള്ളി നടേശനാണ്. ഒരിക്കൽ ഞാൻ എൻ്റെ അനുഭവം പറയാം. സ്വാമിജി അമേരിക്കയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ഞാൻ എയർപോർട്ടിനകത്തിരിക്കുന്നു അദ്ദേഹത്തെ സ്വീകരിക്കാൻ. അവിടെ നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശനാണ് ആദ്യം പുറത്തോട്ട് വരുന്നു, എൻ്റെ അടുത്ത് വന്ന് അവിടെ ഇരുന്നു. അപ്പോൾ ഞങ്ങൾ സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഇന്ന് വലിയൊരു ഭാഗ്യമാണ് എനിക്കുണ്ടായത്. എന്താണെന്ന് ചോദിച്ചപ്പോൾ, ഞാൻ സിംഗപ്പൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ സ്വാമിജിയുടെ അതേ ഫ്ലൈറ്റിലാണ് ഞാനും ഉണ്ടായിരുന്നത്. സ്വാമിയുടെ അടുത്തിരുന്ന ആളിനോട് ഞാൻ ഒന്ന് മാറിയിരുന്നാൽ